ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ട ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയെ കാണാനായിട്ടില്ല. തകർന്ന ഹെലികോപ്റ്ററിനരികിൽ എത്താനായിട്ടില്ലെന്ന് രക്ഷാപ്രവർത്തകർ അറിയിച്ചു. 12 മണിക്കൂറായി 40-ലേറെ സംഘങ്ങൾ തിരച്ചിൽ തുടരുകയാണ്. ഭാരതം ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സഹായ വാഗ്ദാനവുമായി രംഗത്തെത്തി. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുകയാണ്. ഐസൺ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായും ദേവിക, ഭാരതം ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സഹായ വാഗ്ദാനവുമായി രംഗത്തെത്തിയിരിക്കുന്നു എന്നാണ് ഇതിൽ ഏറ്റവും പുതിയ വാർത്തയായി നമുക്ക് നൽകാനാവുന്നത്. കാരണം ഈ ഇദ്ദേഹത്തെ, അതായത് റൈസിയെ കണ്ടെത്തുന്നതിനുള്ള ആ ഒരു ശ്രമങ്ങളൊന്നും തന്നെ ഫലവത്തായിട്ടില്ല എന്നാണ് ഇതുവരെ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഈ സാഹചര്യത്തിൽ, അതായത് ഈ പ്രസിഡന്റിനെ കണ്ടെത്താനുള്ള സെർച്ച് നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പല പ്രതികൂല സാഹചര്യങ്ങളും നേരിടേണ്ടി വരുന്നു എന്ന ഒരു ഔദ്യോഗികമായ അറിയിപ്പ് മാത്രമാണ് ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ അറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പരിശോധിക്കുമ്പോൾ എന്തോ ഒരു കാഷ്വാലിറ്റി സംഭവത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന സൂചനകളെല്ലാം തന്നെ ലഭിക്കുന്നുവെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം തന്നെ ചില സൂചനകൾ നൽകുന്നുണ്ട്. എന്നാൽ അത് സംബന്ധിച്ച സ്ഥിരീകരണങ്ങളൊന്നും തന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല. നേരത്തെ നമുക്ക് ലഭ്യമായ വിവരങ്ങളനുസരിച്ചിട്ട് പ്രസിഡന്റിൻ്റെ കോൺവോയിലുണ്ടായിരുന്ന 3 ഹെലികോപ്റ്ററുകളിൽ 2 ഇടിച്ചിറങ്ങി എന്നായിരുന്നു വിവരം. എന്നാൽ ഇപ്പോൾ നിലവിലെ വിവരം അനുസരിച്ചിട്ട് 1 മാത്രമാണ് ഇടിച്ചിറങ്ങിയത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കടുത്ത മൂടൽമഞ്ഞും അതുപോലുള്ള സാഹചര്യങ്ങളും ഉള്ളതിനാൽ തന്നെ എന്തുകൊണ്ടാണ് അപകടം സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് ഇനിയും ചില വ്യക്തതകൾ വരേണ്ടതുണ്ട്. ചില ആസൂത്രിതമായ ഗൂഢാലോചനകൾ ഇതിന് പിന്നിലുണ്ട് എന്ന ചില സൂചനകൾ ചില മാധ്യമങ്ങളെങ്കിലും പുറത്തുവിടുന്നുണ്ട്. എങ്കിലും അത് സംബന്ധിച്ച് യാതൊരു സ്ഥിരീകരണവും ഇറാൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഈ രക്ഷാപ്രവർത്തനത്തിന് സാങ്കേതികമായി സഹായം നൽകുന്ന തൊട്ടടുത്തുള്ള രാജ്യമായ അസർബൈജാൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളുടെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല. ഇതുവരെ അങ്ങോട്ടെത്താൻ റെഡ് ക്രസൻറ്റിന് ഇതുവരെ അപകട സ്ഥലത്തേക്ക് എത്താൻ സാധിച്ചിട്ടില്ല എന്നൊരു വിവരമാണ് അതിൻ്റെ മേലധികാരികളെല്ലാം തന്നെ പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്. നിലവിലെ സാഹചര്യം അനുസരിച്ച് വിദേശകാര്യമന്ത്രി ഉൾപ്പെടെ ഈ അപകടത്തിൽ പെട്ടിരിക്കുന്നു എന്നത് ഗൗരവമുള്ളൊരു വിഷയം കൂടിയാണ് എന്ന കാര്യത്തിലും തർക്കമില്ല. നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നു, ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റു സാങ്കേതിക സംവിധാനങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി രാഷ്ട്രങ്ങളെല്ലാം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് ഏത് രീതിയിലുള്ള പിന്തുണയാണ് വേണ്ടത് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ ഇറാൻ ഇതുവരെ പങ്കുവച്ചിട്ടില്ല. നമുക്കറിയാവുന്നതാണ്, ഇറാനുമായി മികച്ച നയതന്ത്ര ബന്ധം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ഭാരതം. പോർട്ടുകൾ തന്നെ നവീകരിക്കുക, അത്തരത്തിലുള്ള പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുള്ള പിന്തുണ ഉൾപ്പെടെ വലിയ തോതിൽ പിന്തുണ നൽകുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഭാരതത്തിൻ്റെ മികച്ച പങ്കാളി കൂടിയാണ് ഇറാൻ എന്നതുകൊണ്ട് തന്നെ ഇറാനുമായി മികച്ച ബന്ധം നിലനിർത്തുന്നതിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് ഈ അന്വേഷണത്തിലെല്ലാം തന്നെ പിന്തുണ നൽകുന്ന നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിലെ സാഹചര്യം അനുസരിച്ചിട്ട് ഇറാൻ പ്രസിഡന്റ് റൈസിയുടെ വിവരങ്ങളൊന്നും തന്നെ അദ്ദേഹം എവിടെയുണ്ട് അല്ലെങ്കിൽ ഈ ഹെലികോപ്റ്ററിൻ്റെ അടുത്തെത്താൻ സാധിക്കാത്തൊരവസ്ഥയുണ്ട് എന്നാണ് ഇതുവരെ ലഭ്യമായ വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൺ ജോസ് ആണ് വിവരങ്ങൾ നൽകിയത്.